പെട്രോളിനും ഡീസലിനും വില കൂട്ടി നയാര. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ കീഴിലുള്ള നയാര എനർജി ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കൂട്ടിയത്. ഇറാൻ സംഘർഷം ആരംഭിച്ച ശേഷം ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു എണ്ണ വിതരണ കമ്പനി വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രീമിയം പെട്രോളിന് വില കൂട്ടിയിരുന്നു. 6500ഓളം ഇന്ധന പമ്പുകളുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയാണ് നയാര. അതേസമയം ഒന്ന് താഴ്ന്ന ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡ് വില 5% ഉയർന്ന് $105 മുകളിലെത്തി. പാകിസ്ഥാനെ മധ്യസ്ഥനാക്കി US മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടി ഇറാൻ തള്ളിയതോടെ യുദ്ധം വീണ്ടും രൂക്ഷമാവുകയാണ്. ഇസ്രയേലും US ഇറാനിലെ ബന്ദർ അബ്ബാസിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ നാവികസേനാ കമാൻഡർ അലി റസ തൻസിരി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കരിങ്കടലിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണയുമായി നീങ്ങുകയായിരുന്ന തുർക്കി കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായി. അബുദാബിയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. US ഇസ്രായേലും ഖാർക്ക് അടക്കമുള്ള തങ്ങളുടെ നിർണായക ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ സൂയസ് കനാലിലേക്കുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്ന ബാബ് അൽ മന്ദബും അടയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ 12% കടന്നുപോകുന്ന പാതയാണിത്. യുദ്ധം കനക്കുന്നതിനിടെയും ഇന്ത്യ അടക്കം സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിൽ ഇളവ് അനുവദിച്ച് ഇറാൻ. ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾക്കായി ഹോർമുസ് കപ്പൽ പാത തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞു. ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവാകാൻ തനിക്ക് ക്ഷണം ലഭിച്ചെന്നും താൻ ഇത് നിരസിച്ചെന്നുമുള്ള വിചിത്രവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. റബ്ബർ കർഷകർക്ക് നല്ല കാലം വരുന്നു. റബ്ബറിന്റെ അന്താരാഷ്ട്ര വിലയും ആഭ്യന്തര വിലയും ഉയരുകയാണ്. RSS 4 ഗ്രേഡ് റബ്ബറിന്റെ അന്താരാഷ്ട്ര വില 7 രൂപയോളം ഉയർന്നാൽ 242 രൂപയിലെത്തി. ക്രൂഡ് ഓയിൽ വിലവർധനയാണ് നാച്ചുറൽ റബ്ബറിനും കരുത്താകുന്നത്. RSS 4 ഗ്രേഡ് റബ്ബറിന് കേരളത്തിൽ 218 രൂപയാണ് നിലവിലെ വില. വേനൽ മൂലം ടാപ്പിംഗ് നടക്കാത്തതിനാൽ കേരളത്തിലെ കർഷകർക്ക് ഈ വിലവർധനവിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നത് കണ്ടറിയാം.